നമ്മൾ ഇന്ന് ലോകത്തിൽ നടക്കുന്ന ഒരു സംഭവമാണ് ഗസായുടെ നാശം. ഗസായെ പുതുക്കി പണിയാൻ ട്രംപ് തയ്യാറെടുക്കുന്നു. ഗസയെ അമേരിക്ക ഏറ്റെടുത്ത് പുതുക്കി പണിയും എന്ന് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് പ്രസ്താവിക്കുമ്പോൾ ആ സമയത്ത് ഇസ്രയേൽ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹുവിനും അത്ഭുതപ്പെട്ടു പോയി, ആശ്ചര്യപ്പെട്ടു പോയി. പലസ്തീനികളെ അവിടുന്ന് പുറത്താക്കും. അന്ത്യകാലത്ത് ഗസ ശൂന്യമാകും, വീണ്ടും അത് പണിയപ്പെടും, അത് ഇസ്രയേലിനോട് കൂട്ടിച്ചേർക്കപ്പെടും. ഗസക്കാർ ഇസ്രായേലിനെ കണ്ടമാനം ഉപദ്രവിച്ചതിൻ്റെ ശിക്ഷയാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സെഫന്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം 4 മുതൽ 1 വായിച്ച് അവിടെ ഇത് വ്യക്തമായി പരിശുദ്ധ റൂഹ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഗസ നിർജ്ജനമാകും, അസ്കലോൻ ശൂന്യമായി തീരും, അവർ മധ്യാജ്ഞാതങ്ങൾ നീക്കിക്കളയും. എക്രോന് നിർമൂലനാശം വരും. സമുദ്രത്തിന്റെ നിവാസികളായ ക്രേത്യ ജാതിക്ക് അയ്യോ കഷ്ടം. വായിച്ചു. ക്രേത്യ ജാതികൾക്ക് അയ്യോ കഷ്ടം. ഫെലിസ്ത്യദേശമായ കനാനെ, യഹോവയുടെ വചനം നിങ്ങൾക്ക് വിരോധമായിരിക്കുന്നു. നിനക്ക് നിവാസികൾ ഇല്ലാതാകുമെന്നും ഞാൻ നിന്നെ നശിപ്പിക്കും. സമുദ്രതീരം ഇടയന്മാർക്ക് കുടിലുകളും ആട്ടിൻകൂട്ടങ്ങൾക്ക് തൊഴുത്തുകളുമുള്ള ഉൽപ്പന്നങ്ങളായി തീരും. പ്രിയപ്പെട്ടവരെ, എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ, അതായത് ബെഞ്ചമിൻ നെതന്യാഹു ജനിക്കുന്നതിന് മുമ്പ്, ഡൊണാൾഡ് ട്രംപ് ജനിക്കുന്നതിന് മുമ്പ്, കർത്താവായ യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിന് മുമ്പ് പ്രവാചകൻ എഴുതി വച്ചിരിക്കുന്നു ഇന്ന് നടക്കുന്ന യുദ്ധങ്ങളെ പറ്റി. വേദപുസ്തകം എത്ര സത്യമാണ്, വേദപുസ്തക വചനങ്ങൾ എത്ര